Binary tree is a rooted tree. Rooted tree means one vertex distinguished as root and all others followed from this root. ഈ റൂട്ടിൽ നിന്ന് താഴത്തേക്ക് വരുന്ന, അതായത് റൂട്ട് സ്പെസിഫൈഡ് ആയിട്ടൊരു റൂട്ട് ഉള്ള ഗ്രാഫ് ട്രീസിനെയാണ് റൂട്ടഡ് ട്രീ എന്ന് പറയുന്നത്. അതിൽ തന്നെ ബൈനറി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 2ഉം ബാക്കിയുള്ള വെർട്ടെക്സുകളുടെ ഡിഗ്രി 3യോ അല്ലെങ്കിൽ 1ഓ വരുന്ന ട്രീയെയാണ് ബൈനറി ട്രീ. ബൈനറി ബൈ മീൻസ് 2. ഓക്കെ, ഇതിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അത് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസും ചോദിക്കാം. പ്രോപ്പർട്ടീസ്: നമ്പർ ഓഫ് വെർട്ടീസസ് ഇൻ എ ബൈനറി ട്രീ ഇസ് ഓഡ് and the number of pendant vertices in a binary tree is n+1/2. വിത്ത് പ്രൂഫോട് കൂടിയുള്ള ഈ ഒരു ഡെഫിനിഷനും പ്രോപ്പർട്ടീസും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് തീർന്നത്. നൗ labeled graph. Okay, a graph or tree is said to be labeled. It has a fixed label in vertices. Vertex name ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ലേബിൾഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു നമുക്കൊരു ട്രീ ആണ് വരയ്ക്കുന്നതെങ്കിൽ 4ഓ 3ഓ വെർട്ടെക്സ് ഉള്ള ട്രീ പലതരത്തിൽ വരയ്ക്കാം, അല്ലെ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു 3 വെർട്ടെക്സ് ഉള്ള ട്രീയോ 4 വെർട്ടെക്സ് ഉള്ള ട്രീനെയോ വരയ്ക്കാം. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി നമ്മൾ അതിന്റെ വേർട്ടസിനെ ലേബൽ ചെയ്യും. അപ്പോ ഫസ്റ്റ് വെർട്ടെക്സ്, സെക്കൻഡ് വെർട്ടെക്സ്, തേർഡ് വെർട്ടെക്സ് എന്നോ ABC എന്നോ എങ്ങനെ വേണമെങ്കിലും ലേബൽ ചെയ്യാം. അപ്പോ ഈ ലേബൽ ഫിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഇതിന്റെ ഇപ്പോ ഈ ഒരു രൂപത്തില് ABC, പിന്നെന്താണ് ഈ ഒരു ഫിക്സിങ്ങില് നമുക്കിതാ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ABC ഫിക്സ്, മുകളിൽ 2 ABയും താഴെ Cയും. ഇനി മറ്റൊരു തരത്തിൽ വരയ്ക്കാൻ പിന്നെ നമുക്ക് പറ്റാതെ ഇങ്ങനെ വരയ്ക്കാം, അല്ല, ABC. അപ്പൊ നമ്മൾ ആ ലേബൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ആ ഒരു സെയിം 3 വെർട്ടെക്സ് ഉള്ള റൂട്ടഡ് ട്രീനെ, ഇപ്പൊ 3 വെർട്ടെക്സ് ഉള്ള റൂട്ടഡ് ട്രീ ആണെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു ഫിക്സിങ്ങിലൂടെ 3 കൈൻഡ് വരയ്ക്കാൻ പറ്റി. ഇനി ഒരു 4ാമത്തെ രീതിയിൽ ABC ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫിഗർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? എല്ലായി 3 മുകളില് 2ഉം താഴെ 1. വേറെ മോഡല് ട്രീസ് ഉണ്ട്, 3 വെർട്ടെക്സ് വരുന്ന ട്രീസ്. ഇതാ ഇത് വേറൊരു മോഡൽ ട്രീസ് ആണ്. ഇതിനും നമുക്ക് ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയും 3 തരത്തിലുള്ള ഫിക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെതാ ഇങ്ങനെ ഒരു ട്രീ വരയ്ക്കാം. ഇവിടെയും നമുക്ക് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതും 3 ടൈപ്പിൽ നമുക്ക് ഈ ലേബലിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഐസോമോർഫിക് ടു ഈച്ച് അതേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലേബിൾഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ഡെഫിനിഷൻ ആണ്. നമ്മളൊരു യുണീക്ക് നെയിം അല്ലെങ്കിൽ യുണീക്ക് ലേബൽ ആ ട്രീസിന് നൽകുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ട്രീസിനെയാണ് ലേബിൾഡ് ട്രീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലേബിൾഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി ലേബിൾഡ് ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറം നമുക്കുണ്ട്. കെയ്ലീസ് തിയറം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണുള്ളൂ, വിത്തൗട്ട് പ്രൂഫ് ആയിട്ടുള്ള തിയറമാണ് കെയ്ലീസ് തിയറം. കെയ്ലീസ് തിയറം പറയുന്നത് ലേബിൾഡ് ട്രീസിനെ പറ്റിയാണ്. ഒരു ഗ്രാഫില് n greater than or equal to 2 ആണ് വെർട്ടെക്സിന്റെ നമ്പർ എങ്കിൽ അതില് ലേബിൾഡ് ട്രീസിന്റെ എണ്ണം n⁻n−2 ആണ്. That is the statement of Cayley's theorem. Once again, the നമ്പറിനെ പറ്റിയിട്ടുള്ളതാണ്. The number of labeled trees in n vertices where n is greater than or equal to 2. 2 അതിന് മുകളിലായിരിക്കണം. നമ്മൾ ട്രീയുടെ ഓൾമോസ്റ്റ് എല്ലാ തിയറത്തിലും വെർട്ടെക്സിന്റെ എണ്ണം 2 അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. 1 വെർട്ടെക്സ് ഇട്ട് കഴിഞ്ഞാൽ നൾ ഗ്രാഫ് ആയിട്ട് നിൽക്കും. സിംഗിൾ ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എഡ്ജസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ
ജനറലൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല. സോ വി ടേക്ക് n greater than or equal to 2. ഇപ്പൊ കെയ്ലീസ് തിയറം പറയുന്നത് അതിനകത്ത് n raised to n minus 2 ലേബിൾഡ് ട്രീസ് ഉണ്ടാകുമെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കി കഴിഞ്ഞപ്പോ നമ്മളിപ്പോ എ ബി സി 3 വെർട്ടെക്സിനെ ഇത്തരത്തിൽ ലേബൽ ചെയ്തപ്പോ 3 ട്രീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്ന്. n equal to 3, that is 3 raised to 3 minus 2, that is 3 raised to 1, 3. ഓക്കെ, നമുക്ക് ഇത്തരത്തിൽ ലേബൽ ചെയ്തപ്പോ 3 വെർട്ടെക്സ് കൊണ്ട് ഈ 3 ഫിക്സിംഗ് ആണ് പറ്റുള്ളൂ. നമുക്ക് അടുത്തത് 4 എണ്ണത്തിന്റെ കേസ് നോക്കാം. അപ്പൊ 4 എണ്ണത്തിന്റെ വെർട്ടെക്സ് വരുമ്പോ നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ ട്രീസ് വരയ്ക്കാം അല്ലെ. നമ്മളിപ്പോ 3 ട്രീസും ഇങ്ങനെ വരയ്ക്കാം, ഈ രീതിയിൽ വരയ്ക്കാം, നേരെ വരയ്ക്കാം. അപ്പൊ എങ്ങനെ എടുത്താലും ഏത് ലേബൽ ചെയ്താലും ആ സെറ്റ് ഓഫ് ലേബലിന്റെ 3 എണ്ണാണ് കിട്ടുള്ളൂ. അപ്പൊ 4 ആകുമ്പോ നമുക്ക് എത്ര ലേബിൾഡ് ട്രീസ് കിട്ടും എന്നുള്ളത് കെയ്ലീസ് തിയറത്തിന്റെ ഫോർമുല ഉപയോഗിച്ച് നോക്കാം. when n equal to 4, the number of labeled trees, that is n raised to n minus 2, n is equal to 4, 4 raised to 4 minus 2, 4 square, which is 16 trees നമുക്ക് ഉണ്ടായിരിക്കും, ലേബിൾഡ് ട്രീസ്. നമ്മൾ n എത്രയാണോ 4 ആണോ എടുക്കുന്നത്, അപ്പൊ ആ 4ന് നമ്മളൊരു പ്രത്യേക ലേബലിംഗ് കൊടുത്തേക്ക് ആ ലേബലിംഗ് ഫിക്സ് ആക്കിക്കൊള്ളണം. ആ ലേബലിംഗിൽ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. സോ വിയർ ഐ ടേക്ക് 4 വെർട്ടിസസ് ലൈക്ക് ദിസ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മുകളിൽ അപ്പ് ആൻഡ് ഡൗൺ എടുക്കാം. ട്രീ റൂട്ടഡ് ട്രീ പോലെ എടുക്കാം. എനി കേസ് എങ്ങനെ എടുത്താലും നമ്മൾ ഏത് ടൈപ്പിലാണോ എടുക്കുന്നത് ആ ടൈപ്പിന്റെ 16 ട്രീസ് ഉണ്ടാവും. അപ്പൊ ഞാനിതൊരു സ്ക്വയർ മോഡലിൽ എടുത്തു കഴിഞ്ഞപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ABCD I fix like this. ഇനി നമുക്ക് ട്രീസ് ആണ് വരയ്ക്കേണ്ടത്. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു എഡ്ജ് കുറവായിരിക്കും. എത്രയാണോ വെർട്ടെക്സ് ഉള്ളത് അതിൽ നിന്ന് 1 കുറവായിരിക്കും. ദാറ്റ് ഈസ് n minus 1 എഡ്ജസ്. അപ്പൊ ഇവിടെ 3 എഡ്ജസ് ആണ് വരുള്ളൂ. സോ ഇതൊരു ട്രീ ആണ് അല്ലെ. ഇത്തരത്തിലുള്ള 16 ഈ ഒരു ഫിക്സിങ്ങില് 16 എണ്ണം കാണുമെന്നാണ് കെയ്ലീസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെയായി. അപ്പൊ ഞാൻ 16 ഇവിടെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ABCD മൂന്നാമത്തെയാണ്. ഇതൊക്കെ എ പാർട്ടിലൊക്കെ ചോദിക്കാറുണ്ട്. വെർട്ടെക്സിന്റെ നമ്പർ എന്നിട്ട് ലേബിൾഡ് ട്രീസ് വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. ഇതിപ്പോ 4 ട്രീസ് ആണ് സെയിം ലേബലിലുള്ള n 4 ആയിട്ടുള്ള 4 എണ്ണായി. ഇനിയും ബാക്കി 12 എണ്ണം ഉണ്ട്. മൂന്ന് എഡ്ജസ് ആണ്. അപ്പൊ അതാ ഈ ഒരു ഇസഡ് ഫോമില് 3 എഡ്ജസ് ആയി. എല്ലാം ഡിസ്റ്റിങ്ക്ട് ട്രീസ് ആയിരിക്കും. ബട്ട് ദേ ആർ ഐസോമോർഫിക് ടു ഈച്ച് അതർ. ഇത് നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് 8ാമത്തെ ലേബിൾഡ് ട്രീ ആണ്. ഇനി 8 എണ്ണം ഉണ്ട്. ബൈ കെയ്ലീസ് തിയറം നമുക്ക് 16 ലേബിൾഡ് ട്രീസ് ഉണ്ടെന്നാണ്. 8 എണ്ണം വരച്ചു. അടുത്തത് ഇതിപ്പോ ഒന്ന് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും 4ഉം 3 ഒക്കെ ഉള്ളതാ ചോദിക്കുള്ളൂ. 5 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്രയും നമ്പർ ഗ്രാഫ് വരയ്ക്കാനുള്ള ടൈം ഒന്നും എക്സാം ഹാളിൽ ഉണ്ടാവില്ല. ഈ 4 വെർട്ടെക്സിന്റെ ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ വരച്ച് കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം നമ്മൾ ഒത്തിരി സമയം എടുത്തിട്ട് ഇത് എങ്ങനെയാ ട്രീസ് വരാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ട്രീ ഒക്കെ എപ്പോഴും ഒന്ന് വരച്ച് നോക്കിയിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ 12 എണ്ണമായി. ഇനി ഒരു 4 എണ്ണം അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 16 ഗ്രാഫ് കിട്ടും. ലേബിൾഡ് ട്രീസ് ആണത്. അപ്പൊ ഈ ലേബലില് 16 എണ്ണം.
എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്ക് ടോട്ടൽ 4 വെർട്ടെക്സിന് 16 ലേബിൾഡ് ട്രീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ആ ഒരു ലേബിൾഡ് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. ലേബിൾഡ് ഗ്രാഫ് എന്താണ് ഡെഫിനിഷൻ? കെയ്ലീസ് തിയറം. ദാറ്റ് ഇസ് എ ഫോർമുല. അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. n⁻n⁻2 എന്ന ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. നൗ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചത് n3 ആയിട്ടുള്ള കേസും n4 ആയിട്ടുള്ള കേസും വരച്ച് കാണിച്ചിട്ടുണ്ട്. അത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. Then move on to spanning tree. Spanning tree is very important section in this module 3. ഇവിടെയാണ് നമുക്ക് അൽഗോരിതംസ് പഠിക്കാനുള്ളത്. അൽഗോരിതം എന്നുള്ള ഒരു വേർഡ് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള 4 അൽഗോരിതംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ കൂടുതലും നമുക്ക് പാർട്ട് ബിയില് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സെക്ഷനിൽ നിന്ന് വരാറുണ്ട്. അൽഗോരിതം ഉപയോഗിച്ച് സ്പാനിംഗ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻ ഒന്ന് ഇമ്പോർട്ടന്റ് ആക്കി വെക്കാം. ഓക്കെ, ട്രീ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 3 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പാനിംഗ് ട്രീ ഡെഫിനിഷനും മനസ്സിലായി കഴിഞ്ഞാൽ അൽഗോരിതത്തിലേക്ക് കടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1-2 ഗ്രാഫ് വരയ്ക്കാനുള്ള പ്രോബ്ലം ആണ് ആ വരുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷനും ആണ്, മൊഡ്യൂളും ആണ്. Now spanning tree definition. Spanning tree is a subgraph of a graph. G എന്ന ഗ്രാഫിന്റെ സബ്ഗ്രാഫ് ആണ് സ്പാനിംഗ് ട്രീ എന്ന് പറയുന്നത്. കണ്ടീഷൻ: contain all the vertices of G. G എന്ന ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസസും സ്പാനിംഗ് ട്രീയിൽ ഉണ്ടാകും. ഓക്കെ, okay, subgraph of a graph contain all the vertices of G. But G enna, if G is a connected graph, connected ആയിരിക്കണം ട്ടോ, connected graph G ആണ്. Okay, but then spanning tree is the subgraph of a graph G. The spanning tree is a tree ആണ്. ട്രീയുടെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഓഫ് ട്രീ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെ ഉണ്ടോന്നാ നോക്കണ്ടേ? കണക്റ്റഡ് ആണോ നോക്കണം, സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇത് രണ്ടും അതായത് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അവിടെ ഗ്രാഫ് കണക്റ്റഡ് എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കണക്റ്റഡിന്റെ പ്രശ്നമില്ല. സൈക്കിൾസ് ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പാനിംഗ് ട്രീ ആക്കണമെങ്കിൽ എന്താ ചെയ്യാ? ഒരു എക്സാമ്പിളിലൂടെ പോലെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഒരു കണക്റ്റഡ് ഗ്രാഫ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് പോലെ കണക്റ്റഡ് ഗ്രാഫ് G. This is a connected graph G. 7 വെർട്ടെക്സ് ഉണ്ട്. അപ്പോ നമുക്ക് പറയുന്നത് ഈ ഒരു ഗ്രാഫിന്റെ സബ് ഗ്രാഫ് ആയിരിക്കണം സ്പാനിംഗ് ട്രീ. ഓക്കെ, സബ് ഗ്രാഫ് ഓഫ് G എന്തോടെ വേണം? കണ്ടെയ്ൻ ഓൾ ദ വെർട്ടീസസ്, എല്ലാ വെർട്ടീസസും വേണം. ഈ 2 കണ്ടീഷനാണ് ഒരു സ്പാനിംഗ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. ഇത് സബ് ഗ്രാഫ് ആയിരിക്കണം, എല്ലാ വെർട്ടെക്സും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് നിന്ന്
സൈക്കിൾസ് ആയിട്ടുള്ള എഡ്ജ് റിമൂവ് ചെയ്ത് കളയുക. എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സബ് ഗ്രാഫ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ്. എഡ്ജ് റിമൂവ് ചെയ്തത് കൊണ്ട് വെർട്ടെക്സ് റിമൂവ് ആകുന്നില്ല. വെർട്ടെക്സ് റിമൂവ് ആകാത്തത് കൊണ്ടും എല്ലാ വെർട്ടെക്സും അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടും ഇറ്റ് ഇസ് എ സ്പാനിങ് ട്രീ. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഇവിടെ സൈക്കിൾ കാരണമായിരിക്കുന്നത് അതാ V1 നിന്ന് V2ലേക്കുള്ള ഈ പാരലൽ എഡ്ജ് ഒരെണ്ണാണ്. അപ്പൊ നമുക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തവൻ ഇവിടെ എഴുതാണ്. V1 V2 എന്ന ഒരു പാരലൽ എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, V1 നിന്ന് V2ലേക്കുള്ള. വീണ്ടും സൈക്കിൾസ് ഉണ്ട്, അവിടെ സൈക്കിൾസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഏത് വേണമെങ്കിലും റിമൂവ് ചെയ്യാം. വീണ്ടും ഈ V1 V2 റിമൂവ് ചെയ്യാം, V1 V3 ചെയ്യാം, ഏത് വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അപ്പൊ ആ സൈക്കിൾ കോൺസെപ്റ്റ് മാറ്റാൻ ഞാനിത് വരച്ചത് ഒരുമിച്ചായതുകൊണ്ട് ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ റിമൂവ് ചെയ്ത ഗ്രാഫിനെ നമുക്ക് ഇവിടെ വരയ്ക്കാം. സെയിം ഗ്രാഫ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾസ് ആയിട്ട് വരുന്ന എഡ്ജസ് റിമൂവ് ചെയ്യുന്നു എന്ന് മാത്രം. ഒരു എഡ്ജ് റിമൂവ് ചെയ്തു, എല്ലാം റിമൂവ് ആയി പോവാണ്. സോ അപ്പൊ ഞാനിവിടെ വേറൊരു കളറിൽ നമുക്ക് കാണിക്കാം. റിമൂവ് ആകുന്ന ഈ V1 V3 റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എഴുതാം V1 V3 റിമൂവ് ചെയ്തു. അപ്പൊ അവിടെ എന്താണ്, ആ ക്ലോസ്നെസ് മാറി. പക്ഷെ വീണ്ടും ഇവിടെ വീണ്ടും ക്ലോസ്നെസ് ഉണ്ട്. അത് മാറ്റാനായിട്ട് V3 V5 റിമൂവ് ചെയ്തു. V1 V3 റിമൂവ് ചെയ്തു, V3 V5 റിമൂവ് ചെയ്തു. പിന്നെ ആരാണ് ഇവിടെ ക്ലോസ്ഡ് വരുന്നത്? V4 V5 റിമൂവ് ചെയ്തു. പിന്നെ ആരാണ്? V4 V7 റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ടോട്ടൽ 1 2 3 4 5 എഡ്ജ് റിമൂവ് ചെയ്തപ്പോ we remove 5 edges, we get a subgraph and it contains all the vertices. Then the resulting graph is known as spanning tree. And a spanning tree ne ഇവിടെ ഒന്ന് വരയ്ക്കാം. വെർട്ടെക്സ് എല്ലാരെയും ആദ്യമേ തന്നെ റെപ്രസെന്റ് ചെയ്തെടുക്കാം. V1 V2 V3 V4 V5 V6 V7. നമ്മൾ റിമൂവ് ചെയ്ത എഡ്ജസുകൾ അവിടെ നിർത്തി. റിമൂവ് ചെയ്ത എഡ്ജസിനെ വരയ്ക്കുന്നില്ല, ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ടിങ് സ്പാനിങ് ട്രീ T. ഇവിടെ നോക്കൂ, ട്രീയുടെ കണ്ടീഷൻസ് രണ്ടും ഉണ്ട്. കണക്റ്റഡ് ആണ്, സൈക്കിൾസ് ഇല്ല. സ്പാനിങ് ട്രീ ആവാൻ കാരണം ഗ്രാഫ് ജിയുടെ സബ് ഗ്രാഫ് ആണ്, അതിന്റെ എല്ലാ വെർട്ടെക്സും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് മാത്രമാണോ സ്പാനിങ് ട്രീ ഉള്ളൂന്ന്. ഇത് ഒരു സ്പാനിങ് ട്രീ. നിങ്ങൾ ഏത് എഡ്ജാണോ റിമൂവ് ചെയ്യുന്നത് അതിന്റെ അടുത്ത സ്പാനിങ് ട്രീ കിട്ടും. നമുക്കൊരു തിയറം തന്നെയുണ്ട്, കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സ്പാനിങ് ട്രീ. ഒരു കണക്റ്റഡ് ഗ്രാഫില് അടുത്ത തിയറം 3.10 അബൌട്ട് സ്പാനിങ് ട്രീ ആണ്. A connected graph has at least 1 spanning tree. At least 1 എന്ന് പറഞ്ഞാൽ 1 or more. ഏറ്റവും കുറവ് ഒരെണ്ണമെങ്കിലും കാണും. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഒരെണ്ണമാണ് വരച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഏത് എഡ്ജാണോ, ഇപ്പൊ ഈ എഡ്ജാണോ ഈ എഡ്ജാണോ, ഇനി ഏത് എഡ്ജാണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയ പുതിയ ട്രീസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെയാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറം ആൻഡ് പ്രൂഫ്. കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സ്പാനിങ് ട്രീ. പ്രൂഫ് പോകുന്നത്
കണക്റ്റഡ് ഗ്രാഫ് ആണ്. കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് കണക്റ്റഡ് ഗ്രാഫിലാണ് സ്പാനിംഗ് ട്രീ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഡെഫിനിഷനിൽ നമുക്ക് അറിയാം. ഇനി നമുക്ക് ഈ കണക്റ്റഡ് ഗ്രാഫില് പിന്നെ വരാനുള്ള കേസ് സർക്യൂട്ട് വരുമ്പോഴും സർക്യൂട്ട് ഇല്ലാത്തപ്പോഴുള്ള കേസാണ്. നമ്മളിവിടെ അസംഷനില് എടുക്കുന്നത് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ്. ജി എന്നുള്ളത് കണക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുന്നത് ഇഫ് ജി ഹാസ് നോ സർക്യൂട്ട്. ഓക്കെ, ഞാൻ ഇതിന്റെ തിയറംസ് ഒക്കെ പഠിപ്പിച്ചു സമയത്ത് പറഞ്ഞിരുന്നു. ട്രീയുടെ കേസസ് വരുമ്പോ സർക്യൂട്ടും കണക്റ്റഡ്നെസ്സും അതുപോലെ തന്നെ N-1 എഡ്ജസ് ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ഒന്ന് നിങ്ങൾ അത് മനസ്സിലുണ്ടാവണം. അതായിരുന്നു നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടീസ് തിയറം നമ്പർ 5 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ് മുഴുവൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നോ സർക്യൂട്ട്. സർക്യൂട്ട് ഇല്ലെങ്കിൽ G is a connected, G has no circuit. Then it is itself, it is own a spanning tree. അല്ലെ, ഒരു ഗ്രാഫ് itself is a subgraph. അപ്പോ കണക്റ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് ഇല്ലാത്ത ഒരു ഗ്രാഫ് ആണെങ്കിൽ it sounds a spanning tree. അപ്പൊ നമുക്ക് ഇതാണ് ഒരു ഗ്രാഫ് തരുന്നതെങ്കിൽ ഇതൊരു കണക്റ്റഡ് ആണ്, സർക്യൂട്ട്സ് ഇല്ലാത്ത ഒരു ഗ്രാഫ് ആണ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് എ സ്പാനിംഗ് ട്രീ, അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് ഇത് സബ് ഗ്രാഫ് ആണെന്ന് നമുക്ക് പറയാം. സോ അവിടെ അറ്റ്ലീസ്റ്റ് 1 എന്നുള്ള ഓപ്ഷൻ നമുക്ക് അതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യണ്ട. നോ സർക്യൂട്ട് കേസ് ആണെങ്കിൽ ഇറ്റ്സ് ഇറ്റ്സെൽഫ് ട്രൂ. ഇനി നമുക്ക് ആൻഡ് ദ സെക്കൻഡ് കേസ് ദ തിയറം ഈസ് പ്രൂവ്ഡ് ഫോർ G ഹാസ് എ സർക്യൂട്ട്. അതായത് G കണക്റ്റഡ് ആണ്. ഇനി നോ സർക്യൂട്ട് കേസിൽ ഇറ്റ്സെൽഫ് ട്രൂ ആണ്. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് if G has a circuit. ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സർക്യൂട്ട് ഉണ്ട്, then still G is connected. സർക്യൂട്ട് ഉണ്ടെങ്കിലും our assumption G is connected. Now we delete an edge from this G. ഈ ജിയിൽ നിന്നൊരു എഡ്ജിനെ റിമൂവ് ചെയ്തു. But there is no problem for their connectivity. കണക്ടിവിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. Still it's connected. We remove an edge from this G. So G minus E is still connected. Okay. അപ്പോ നമ്മൾ G മൈനസ് ഇ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ, സർക്യൂട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്കതൊരു ട്രീ ആയിട്ട് മാറും, അല്ല വീണ്ടും അവിടെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും. ലൈക്ക് ദിസ് നമ്മൾ ഈ ഡെഫിനിഷൻ ചെയ്തതുപോലെ. പക്ഷെ അവിടെ കണക്റ്റഡ്നെസ്സിനൊന്നും സംഭവിക്കില്ല. ഓക്കെ, കാരണം ബിക്കോസ് ഇറ്റ് ഇസ് കണക്റ്റഡ് ഗ്രാഫ് അല്ലെ, കണക്റ്റഡ് ഗ്രാഫ് ആണ്. നമ്മൾ സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള രണ്ടാമത്തെ പാത്താണ് ഈ സർക്യൂട്ടിന്റെ കാരണം. ഒരു പാത്ത് അതൊന്നു മാത്രമേ ഉള്ളൂ, യുണീക്ക് പാത്തായി മാറുമെന്നുള്ളൂ. അതായത് V1 നിന്ന് V3യിലേക്ക് ഇങ്ങനെ ഒരു പാത്ത് കിട്ടും, ഇങ്ങനെ ഒരു പാത്ത് കിട്ടും. ഓക്കെ, നമുക്ക് ഒരാളെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കണക്ഷൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ കണക്ടിവിറ്റിക്ക് ഒരിക്കലും ഒരു സർക്യൂട്ട് ഉള്ള ഗ്രാഫിൽ നിന്ന് എഡ്ജ് റിമൂവ് ചെയ്താൽ കണക്ടിവിറ്റി ഒരിക്കലും ഡിസ്കണക്റ്റഡ് ആയി പോകുന്നില്ല. അപ്പൊ നമ്മള് G മൈനസ് ഇ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോ വരെ we have to get a tree, ഒരു സ്പാനിംഗ് ട്രീ കിട്ടുന്നത് വരെ നമുക്ക് എഡ്ജസ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാം. But the removal of an edge does not affect the connectivity of a graph. Okay, ഒരു എഡ്ജ് റിമൂവ് ചെയ്തത് കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിന്റെ കണക്റ്റഡ്നെസ് മാറിപ്പോകുന്നില്ല. ഓക്കെ, അപ്പൊ കണക്റ്റഡ് ആണ്, അതിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് കളഞ്ഞു. സോ നൗ we conclude that the graph is spanning tree. We get a spanning tree. Okay, the circuit ഇല്ലാത്ത കേസിൽ self a spanning tree, circuit ഉള്ള കേസിൽ we can remove edge from the graph, we get spanning tree. Okay, അടുത്തത് ബ്രാഞ്ചസ് ആൻഡ് കോർഡ്സ് ആണ് കേട്ടോ. ഡെഫിനിഷൻ ആണ് അബൌട്ട് സ്പാനിംഗ് ട്രീയുടെ തന്നെ രണ്ട് ഡെഫിനിഷൻ.
ബ്രാഞ്ച് എന്താണ്, കോഡ് എന്താണ്? An edge in a spanning tree of a graph is called branch. Branch എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് ഇൻ സ്പാനിങ് ട്രീ. നമ്മുടെ സ്പാനിങ് ട്രീയുടെ അകത്തുള്ള എഡ്ജ് ആണ് ബ്രാഞ്ച്. അതായത് നമ്മൾ റിമൂവ് ചെയ്ത് വന്നാൽ നമുക്ക് ഗ്രാഫ് കിട്ടുമല്ലോ. ഇതിന്റെ അകത്ത് കാണുന്ന ഈ എഡ്ജസിനെയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ an edge of G that is not in a given spanning tree is called chord. നമ്മൾ ഇവിടുന്ന് കുറച്ച് എഡ്ജസ് റിമൂവ് ചെയ്ത് കളഞ്ഞിരുന്നു. അവർ ഈ സ്പാനിങ് ട്രീയുടെ കോഡ് ആണെന്ന് വിളിക്കാം. കോഡ്, CHORD, കോഡ്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ റേഡിയസ്, ഡയമീറ്റർ, സെന്റർ, കോഡ് ഒക്കെ ആയി. സർക്കിളുമായിട്ട് അത്ര വലിയ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഡെഫിനിഷൻസ് ആണ്. അതുകൊണ്ട് റേഡിയസും ഡയമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. അതാ നമുക്ക് ഇവിടെ സ്പാനിങ് ട്രീനകത്തുള്ള എഡ്ജസിനെയാണ് ബ്രാഞ്ച് എന്നും സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത എഡ്ജസിനെയാണ് നമ്മളിവിടെ റിമൂവ് ചെയ്ത V1, V2, V1, V3, V3, V5, V4, V5, V4, V7 are called chords of tree. അപ്പൊ കോഡിന് ഡെഫിനിഷൻ കൊടുക്കാം. H not in a spanning tree. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്തോ. Edge in spanning tree branch, not the edge in spanning tree is known as chord. For example, നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടത് തന്നെ. ഇവിടെ ഈ കാണുന്ന 1, 2, 3, 4, 5, 6 ഈ 6 എഡ്ജസ് ആണ് ബ്രാഞ്ചസ്. 1, 2, 3, 4, 5 this 5 edges are known as chords. Okay. Now branches and chords related to the theorem 3.11. പതിനൊന്ന് തിയറംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ വീഡിയോയിൽ 11 തിയറംസ് ആണ് ഉള്ളത്. പിന്നെ ഉള്ളത് 4 അൽഗോരിതംസ് ആണ്. അൽഗോരിതംസ് ഫൈൻഡിങ് സ്പാനിങ് ട്രീ, 2 സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം, 2 ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം. ഓക്കെ, അപ്പൊ തിയറം 3.11 statement: if G is a spanning tree, of a connected graph G on n vertices and E edges, then G has n-1 tree branches and E-n+1 chords. അതായത് ഇത് എണ്ണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്പാനിങ് ട്രീ, അതായത് ട്രീയിലേക്ക് കിടന്നപ്പോ നമുക്ക് കുറച്ച് എണ്ണക്കണക്കുകൾ, നമ്പേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കേസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് ലിസ്റ്റ് ചെയ്യാം. നമ്മള് റൂട്ടഡ് ട്രീ, ബൈനറി ട്രീ, അതുപോലെ ട്രീ എന്ന് പറയുമ്പോൾ തന്നെ n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ഉണ്ട്. പെൻഡന്റ് വെർട്ടെക്സുകളുടെ ഒരു ട്രീയിലെ പെൻഡന്റ് വെർട്ടിസസിന്റെ എണ്ണം അറ്റ്ലീസ്റ്റ് 2 ആണ്. 2 എണ്ണെങ്കിലും മിനിമം കാണും. അതിന് മോർ ദാൻ ആണ് നമ്പർ ഓഫ് പെൻഡന്റ് വെർട്ടിസസ് ഇൻ എ ട്രീ. ഇതൊരു നമ്പർ എണ്ണത്തിന്റെ കേസാണ്. പിന്നെ വരുന്നത് ബൈനറി ട്രീയിലാണ്. ബൈനറി ട്രീയില് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ബൈനറി ട്രീ എന്ന് പറയുന്നത് ഓഡ് ആണ്. പിന്നെ അവിടെ തന്നെ പെൻഡന്റ് വെർട്ടിസസുകളുടെ എണ്ണം n+1/2 ആണ്. ഓക്കെ, ഏതെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല. ഇനി അടുത്തത് വരുന്നത് സ്പാനിങ് ട്രീയിലെ ബ്രാഞ്ചിന്റെയും കോർഡ്സിന്റെയും എണ്ണാണ്. ബ്രാഞ്ചിന്റെ എണ്ണം n-1 എന്നാണ്. ദാറ്റ്സ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ട്രീ, നമുക്കറിയാം. കോർഡിന്റെ എണ്ണം E-n+1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. We know that a tree has n vertices, there has n-1 edges ഉണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം കൊടുത്തേക്കാം പ്രൂഫ്. നല്ല റെപ്പിറ്റേഷൻ ആയിരിക്കും, പക്ഷെ അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും എഴുതാൻ വിട്ടു പോകരുത്.
ഇതൊക്കെ നമ്മുടെ പ്രൂഫിലും ട്രീയുടെ കേസൊക്കെ വരുന്ന എല്ലാത്തിലൊക്കെ ഇതൊക്കെ വേണം. ഓക്കെ, സിൻസ് T is a spanning tree of G. G എന്ന കണക്റ്റഡ് ഗ്രാഫിന്റെ സബ് ഗ്രാഫ് ആണല്ലോ, അതുകൊണ്ടാണ് T is a spanning tree of G എന്ന് എഴുതിയിരിക്കുന്നത്. If it has n vertices ഉണ്ടെങ്കിൽ അവിടെ ട്രീ ആയതുകൊണ്ട് തന്നെ n-1 എഡ്ജസ് ഉണ്ടാവും. അപ്പൊ സ്പാനിങ് ട്രീയിൽ n-1 എഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ branch is equal to n-1 edges. That's we proved. Now we have to find the chords. Then chord എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിലീറ്റ് ചെയ്ത എഡ്ജസ് ആണ് അല്ലെ. അപ്പൊ E-n-1 ഇല്ല, അതായത് എഡ്ജസ് ഇൻ സ്പാനിങ് ട്രീയിലുള്ള n-1 അല്ല, എഡ്ജസ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഈ എഡ്ജസ് ആണ്. അപ്പൊ നമ്മൾ E-n-1 ചെയ്യുന്നു. ദാറ്റ് ഈസ് E-n+1 എഡ്ജസ് ആണ് chord എന്ന് പറയുന്നത്. സോ വെരി സിമ്പിൾ പ്രൂഫ് ആണ്. n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ്. അപ്പൊ ബ്രാഞ്ച് കോഡും ഡെഫിനിഷൻ മാർക്ക് പോകാതിരുന്നാൽ മതി. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ സ്പാനിങ് ട്രീയിലെ എഡ്ജസ്, കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിങ് ട്രീയിൽ അല്ലാത്ത എഡ്ജസ് അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത എഡ്ജസ്. അടുത്തത് ഇതിന്റെ ഒപ്പം തന്നെ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിന്റെ റാങ്ക് എന്ന് പറയുന്നത് if a graph has ഗ്രാഫ് എന്നാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ഗ്രാഫ് ആണ്, n വെർട്ടെക്സ് ഉണ്ട്, k കമ്പോണൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും കമ്പോണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? G is a graph. ജസ്റ്റ് ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, കണക്റ്റഡ് എന്നുള്ളൊരു കേസ് എടുത്ത് പറഞ്ഞിട്ടില്ല. കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരൊറ്റ കമ്പോണന്റ് ഉള്ളൂ. മേ ബി ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവാം, മോർ ദാൻ 1 കമ്പോണൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ n വെർട്ടെക്സും അവിടെ k കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരു ഗ്രാഫിന്റെ റാങ്ക് ഓഫ് G എന്ന് പറയുന്നത് n-k ആണ്, നമ്പർ ഓഫ് വെർട്ടെക്സ് മൈനസ് കമ്പോണൻസ്. നള്ളിറ്റി എന്ന് പറയുന്നത് n-k മീൻസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ബ്രാഞ്ചസ്. നള്ളിറ്റി മീൻസ് E-n-k അല്ലെങ്കിൽ E-n+k. that is number of chords. അപ്പൊ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ ബ്രാഞ്ചസിനും കോഡ്സിനും കൊടുക്കാം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് തന്നെയാണ് റാങ്ക്. ദ കേസ് ഓഫ് ഗ്രാഫ് വിത്ത് ജസ്റ്റ് എ ഗ്രാഫ്, കണക്റ്റഡ് അല്ലാത്ത ഒരു ഗ്രാഫിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളിറ്റി is equal to number of chords. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്കും നള്ളിറ്റി അല്ലെങ്കിൽ ബ്രാഞ്ചും കോഡും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ഗ്രാഫ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. That is the two definitions, rank and nullity. റാങ്കിനെ നമ്മള് നമ്പർ ഓഫ് ബ്രാഞ്ചസും നള്ളിറ്റി നമ്പർ ഓഫ് കോഡ്സും ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അതുപോലെ തന്നെ നള്ളിറ്റിക്ക് മറ്റൊരു പേരോടെ ഉണ്ട്. ഒരു ഗ്രാഫിന്റെ സൈക്ലോമാറ്റിക് നമ്പർ എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ബെറ്റി നമ്പർ എന്നോ വിളിക്കാം നള്ളിറ്റി. ചിലപ്പോ പാർട്ടിലൊക്കെ ചോദിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം, അതായത് മീൻസ് ഫൈൻഡ് ദ നമ്പർ ഓഫ് കോഡ്സ് എന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരിക്കും റാങ്ക് തന്നെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് കോഡ്സ് എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക. അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് റാങ്കും നള്ളിറ്റിയും കാണാൻ ചോദിക്കാം. ഗ്രാഫ് തന്നിട്ട് ഒരു റാങ്കും നള്ളിറ്റിയും കാണാന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിന്റെ സ്പാനിങ് ട്രീ വരയ്ക്കുക, ദെൻ റാങ്കും നള്ളിറ്റി എന്ന് പറഞ്ഞെടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് ആ വേർഡ്സ് അറിഞ്ഞിരിക്കലാണ്. ചിലപ്പോൾ റാങ്കും നള്ളിറ്റി എന്ന് പറഞ്ഞ വേർഡ്സ് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇതിലൂടെ നമ്മൾ വായിച്ചു പോയിട്ടില്ലെങ്കിൽ. ഓക്കെ,
നമ്മൾ ഇന്നിപ്പോ സ്പാനിങ് ട്രീ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതംസ് പഠിക്കണം. ഒരു സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്തത് റിമൂവ് ദ എഡ്ജസ് അല്ലെ, എഡ്ജ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണേണ്ടത് മിനിമം സ്പാനിങ് ട്രീ ആണ്. മിനിമം സ്പാനിങ് ട്രീ അല്ലെങ്കിൽ MST. മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ലെങ്ത് വരുന്നത്, നമ്മുടെ എഡ്ജിനൊരു ഡിസ്റ്റൻസോ വെയിറ്റോ ലെങ്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സ്പാനിങ് ട്രീ ഈ കാണുന്ന ഈ എഡ്ജസിനൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് മീൻസ് എക്സ് ഡിസ്റ്റൻസ് എന്തെങ്കിലും. ഈ ഒരു എഡ്ജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. കൂടുതലും പാത്തുകളൊക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു എന്താണ് മീൻസ് വാട്ട് ഒരു കണക്ഷനിൽ നിന്ന് ഒരു സർക്യൂട്ട് ആണെങ്കിൽ ആ കണക്ഷനിലേക്കുള്ള വോൾട്ടിനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡ്ജസിന് വെയിറ്റ് കൊടുക്കാം. നമ്മൾ അതുകൊണ്ട് ആ കൊടുക്കുന്നതിനെ വെയിറ്റ് ഓഫ് EI എന്നാണ് വിളിക്കുക. അത് ഡിസ്റ്റൻസ് ആകാം, ഞാനിപ്പോ പറഞ്ഞതുപോലെ സർക്യൂട്ട് ആണെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻ വോൾട്ട് ആകാം. ഇൻ കേസ് എന്താണോ വെയിറ്റ്, ഇപ്പൊ നമ്മളിവിടെ 10, 5, 6, 7, 8, 9 അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് കിടക്കുന്നതെങ്കിൽ നമുക്ക്, ഞാനിപ്പോ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഒന്നും നോക്കിയിട്ടല്ല, വെറുതെ എനിക്ക് ഇഷ്ടമുള്ള എഡ്ജസിനെയൊക്കെ റിമൂവ് ചെയ്ത് ഒരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്തു. നമ്മൾ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പാനിങ് ട്രീക്ക് മിനിമം ലെങ്ത് ആയിരിക്കണം. അതായത് ഏറ്റവും, ഇപ്പൊ നമ്മളൊരു റൂട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഒന്നിലധികം റൂട്ട്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക കിലോമീറ്റേഴ്സ് കുറവുള്ളതും ബ്ലോക്ക് കുറവുള്ളതും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. സ്പാനിങ് ട്രീയുടെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഈ ഗൂഗിൾ GPS സിസ്റ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു അൽഗോരിതംസ് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ സെറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മിനിമം ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, മിനിമം സ്പാനിങ് ട്രീ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള അൽഗോരിതംസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ടു find MST, minimum spanning tree, using two algorithm, the famous algorithm. രണ്ട് algorithms ആണുള്ളത്, Kruskal's algorithm and Prime's algorithm. Very simple two algorithm. പേരിന് മാത്രമാണ് കുറച്ച് എന്താണ് ഡിഫിക്കൽട്ടി ഉള്ളൂ. അൽഗോരിതം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ രണ്ട് അൽഗോരിതംസ് ഉപയോഗിച്ച് ഒരു മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഞാൻ ഇതിന്റെ നോട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നോട്ട് കംപ്ലീറ്റ് ആക്കുക. പ്രൈംസ് അൽഗോരിതം വരെ നോട്ട് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾ നോട്ട് എഴുതുന്നവരാണെങ്കിൽ അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്ലാസ്സിൽ എന്റെ ക്ലാസ്സോടെ കേട്ട് കഴിയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ.